ഓം ശ്രീം ലം സ്വം ശ്രീ കാകാഭുഷുണ്ട സിദ്ധസ്വാമിയെ പോട്രി. ഓം നർപ്പവി 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 നർപ്പവി. ഞാൻ ഈ മന്ത്രം ജപിച്ചത് ഇത് കാണുന്ന ഇത് കേൾക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ഗുണമുണ്ടാകും. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു സിദ്ധന്മാരുടെ ഒരു മന്ത്രമായിപ്പോൾ ജപിച്ചത്. എന്നുവെച്ചാൽ ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ അതിൻ്റെ ഐശ്വര്യവും ഗുണവും ഉണ്ടാകും. അങ്ങനെയുള്ളൊരു മന്ത്രമാണ്. അപ്പോൾ അത് ആണ് ജപിച്ചത്. ഇനി പറയാൻ പോകുന്നത് ധനുമാസത്തിലെ 3-ാമത്തെ ബുധനാഴ്ച ഈ പറയുന്ന 21 നക്ഷത്രക്കാർ അക്കമിട്ട് പറയുന്നുണ്ട്. ഏതൊക്കെ നക്ഷത്രക്കാരാണ് 21 നക്ഷത്രക്കാർ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ചെയ്യേണ്ട ചില ലളിതമായ കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ ജീവിതം മുഴുവൻ സമ്പത്തും ഐശ്വര്യവും വാരിക്കൂട്ടുമെന്നുള്ളതാണ്. അപ്പോൾ അത് ആണിന്ന് പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ ശനികർമ്മ DNA അസ്ട്രോളജി അനുസരിച്ച് അതിൻ്റെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ ചില നാളുകാരുടെ വിശേഷപ്പെട്ട ചില രഹസ്യങ്ങൾ പറയുന്നുണ്ട്. ശുക്രകർമ്മ ആക്ടിവേറ്റ് ചെയ്യാനുള്ള രഹസ്യം പറയുന്നുണ്ട്. ശുക്രകർമ്മ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ജീവിതം രക്ഷപ്പെടണമെങ്കിൽ ശുക്രകർമ്മ ആക്ടിവേറ്റ് ചെയ്താൽ മതി. അതിന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില ലളിതമായ കാര്യങ്ങൾ ചെയ്തവരെല്ലാം ശുക്രകർമ്മ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ എല്ലാം ജീവിതത്തിലേക്ക് വളരെയധികം ജീവിതം മുഴുവൻ എല്ലാ സമൃദ്ധിയും സമ്പത്തും വന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ചില രഹസ്യമായ എന്നാൽ ലളിതമായ ചില വിദ്യകൾ പറയുന്നുണ്ട്. അത് വീഡിയോ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ളവർ മുഴുവൻ കാണണമെന്ന് ഞാൻ പറയുന്നു. കാരണം ഇത് ഞാനീ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരിടത്തും ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ട് ആവശ്യമുള്ളവർ കാണുക, അത് പ്രയോജനപ്പെടുത്തുക. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അതിനു മുമ്പ് ഒരു കാര്യം പറയുകയാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ വാട്സപ്പിൽ ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരും. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. എങ്ങനെ ചെയ്യുന്ന രീതി ഞാൻ പറയും. ഞാൻ നല്ല കാര്യങ്ങൾ ഇതുപോലുള്ള പറയാറുള്ളൂ. അത് നിങ്ങൾക്ക് ഒരു തവണ ചെയ്തുകൊണ്ട് ഫലം ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും. നമ്മളൊരു വിശ്വാസത്തോടുകൂടി ചെയ്യേണ്ടി വരും. അതോടൊപ്പം നമ്മൾ പ്രയത്നിക്കേണ്ടതും കൂടി വരും. ഇത്രയും കാര്യം മനസ്സിലാക്കിയിട്ട് ആവശ്യമുള്ളവർ ചെയ്യുക, അല്ലാത്തവർ ചെയ്യേണ്ട എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് സാഹചര്യം. ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല, നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല. കാരണം വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല. അതാണ് സാഹചര്യം. അപ്പം ഇത് എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, ആ നിലയിലാണ്. അപ്പം ഞാനിനി വിശദമായിട്ട് ആ 21 നക്ഷത്രക്കാർ ആരൊക്കെയാണ്, ധനുമാസത്തിലെ 3-ാമത്തെ ബുധനാഴ്ച അവരെ എന്താണ് കൃഷ്ണക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് എന്നെല്ലാം പറഞ്ഞു തരാം. പിന്നെ ചില നാളുകാരുടെ ചില പ്രത്യേക രഹസ്യങ്ങൾ, ശുക്രകർമ്മ ആക്ടിവേറ്റ് ചെയ്യാനുള്ള രഹസ്യം. അത് ചിലപ്പോൾ വീഡിയോയുടെ അവസാനമൊക്കെ വരുമായിരിക്കും. ശുക്രകർമ്മയിലേക്ക് വരുമ്പോൾ ശുക്രകർമ്മ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ രക്ഷപ്പെടുക, സമ്പത്തുണ്ടാകുക. ചില പ്രായത്തിൽ അവൻ ശുക്രൻ അടിച്ചു കയറിയെന്ന് എന്ന് പറഞ്ഞാൽ അത് തന്നെ. അതിന് ചില വിദ്യകളുണ്ട്, ചില വഴികളുണ്ട്. അതെല്ലാം ലളിതമായ കാര്യങ്ങളാണ്. അത് അറിയുന്നവർക്ക് ഗുണമുണ്ടാകും, ഒരു സംശയവും വേണ്ട. അപ്പോൾ അത് ആവശ്യമുള്ളവർ പ്രയോജനപ്പെടുത്തുക. അതിനുവേണ്ടിയാണ് ആദ്യം പറഞ്ഞ് മിസ്സാകരുത്. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ വിശദമായിട്ട് വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അത് പറഞ്ഞുതരാം. ആ 21 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് ആദ്യം പറയാം. അശ്വതി നക്ഷത്രക്കാർ, ആയില്യം, അനിഴം, പൂരുരുട്ടാതി. ഞാൻ ഓർഡറിലൊന്നുമല്ല ഈ പറയുന്നത് കേട്ടോ. അശ്വതി, ആയില്യം, അനിഴം, പൂരുരുട്ടാതി. ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, പൂയം, മകം, പൂരം, ഉത്രം, അത്തം, വിശാഖം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, ചതയം, ഉത്രട്ടാതി, രേവതി. ഈ നാളുകാരാണ് 21 നാളുകാർ. ഇപ്പം ഈ നാളുകാർ ധനുമാസത്തിലെ, ഇപ്പം നിങ്ങൾ വിചാരിക്കും കേട്ടിട്ടുണ്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്. ധനുമാസം എന്ന് മുഴുവൻ ഒരുപാട് വീഡിയോകളൊക്കെ കാണാം. ഞാൻ പറയുന്ന അതൊന്നുമല്ല. ഇത് വേറെ ലെവൽ. ഞാൻ പറഞ്ഞത് ശരിയായിട്ട് ചെയ്താൽ അത് മതി. നിങ്ങളുടെ ജീവിതം അത് എന്നേക്കുമായി മാറിക്കിട്ടും. വിശ്വാസത്തോടെ ചെയ്യണമെന്ന് മാത്രം. ധനുമാസത്തിലെ 3-ാമത്തെ ബുധനാഴ്ച അന്ന് അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി
അപ്പം ധനുമാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച എന്നാണ് വരുന്നത്? ഇംഗ്ലീഷ് തീയതി പറയാം. ഇംഗ്ലീഷ് തീയതി 31, അതായത് ഡിസംബർ 31 2025 ധനുമാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച വരുന്നത്. അന്ന് നിങ്ങൾ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി ഭഗവാന് നിങ്ങൾ രാവിലെ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്, വൈകിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. രാവിലെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയ അവല് ഭഗവാനെ സമർപ്പിക്കുക. ഈ അവല് സമർപ്പിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഭഗവാന് നിങ്ങളിപ്പം ജനിച്ച തീയതി അനുസരിച്ച് നിങ്ങൾ 1, 10, 19, 28 ഈ തീയതികളെ ജനിച്ചെങ്കിൽ ഫലം ഉണ്ടാകാനാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. 10 കിലോ അവൽ സമർപ്പിക്കണം. നമ്മൾ ഈ ഒരു ദിവസമാണ് സമർപ്പിക്കുന്നത്. ഈ ഒരു ദിവസത്തെ കാര്യം പറയാം. നമുക്ക് ജീവിതത്തിൽ മുഴുവൻ അതിൻ്റെ ഗുണം ഉണ്ടാകാൻ വേണ്ടിയാണ്. ഇനി നിങ്ങൾ 2, 11, 20, 29 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ, മാസം ഏതും ആയിക്കോട്ടെ, ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 7 കിലോ അവൽ സമർപ്പിക്കുക. 3, 12, 21, 30 ഈ തീയതികളിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ 12 കിലോ അവൽ സമർപ്പിക്കുക. 4, 13, 22, 31 ഇതിലേതെങ്കിലും ഒരു തീയതി ജനിച്ചവരാണെങ്കിൽ 13 കിലോ അവൽ സമർപ്പിക്കുക. 5, 14, 23 ഇതിലേതെങ്കിലും ഒരു തീയതിയിൽ ജനിച്ചവരാണെങ്കിൽ 5 കിലോ അവൽ സമർപ്പിച്ചാൽ മതി. 6, 15, 24 ഇതിലേതെങ്കിലും ഒരു തീയതികളിൽ ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ 13 കിലോ അവൽ സമർപ്പിക്കുക. ഇനിയും അല്ലെങ്കിൽ 10 കിലോ, 13 കിലോയോ 10 കിലോ ഇത് ഒന്നുകിൽ 13 കിലോ അല്ലെ 10 കിലോ ഈ 6, 15, 24 തീയതികളിൽ ഏതെങ്കിലുമാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ ഒന്നുകിൽ 13 കിലോ അല്ലെ 10 കിലോ അവൽ സമർപ്പിക്കാം. ഇനിയും 7, 16, 25 ഈ തീയതികളിൽ നിങ്ങൾ ജനിച്ചവരാണെങ്കിൽ 7 കിലോ അവൽ സമർപ്പിക്കാം. 8, 17, 26 ഈ തീയതികളിൽ ഒന്നിൽ ജനിച്ചവരാണെങ്കിൽ 3 കിലോയോ 8 കിലോയോ സമർപ്പിക്കാം. 8 ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 9 കിലോ അവൽ സമർപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഞാനിതൊരു ജനിച്ച ഡേറ്റ് അനുസരിച്ച് ഒരു ഭാഗ്യം വരാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി ഇതല്ല എങ്കിൽ നിങ്ങൾക്ക് ഒരു കുറഞ്ഞത് 4 കിലോ അവലെങ്കിലും സമർപ്പിക്കണം. ഈ 4 എന്ന് പറഞ്ഞ സംഖ്യയ്ക്ക് രഹസ്യമാണ്, പൊതുവായിട്ട് പറഞ്ഞതാണ്. നിങ്ങളിനി 4 കിലോ അല്ലെ 1 കിലോ എങ്കിലും സമർപ്പിക്കണം. അതവിടെ ഇരുന്നോട്ടമേ, അന്നത്തേക്ക് വേണ്ടി മാത്രമല്ല. ഭഗവാന് നമ്മളൊരു ഒരു ചാക്കിനകത്തൊക്കെ മേടിച്ച് നടക്കങ്ങ് വെച്ചാൽ മതി, അവരാവശ്യം പോലെ എടുത്തോളും. അല്ല, അന്നത്തേക്ക് വേണ്ടി അല്ലേ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. ഈ ധനുമാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച നിങ്ങൾ ഈ നക്ഷത്രക്കാർ ഇவ்விധം ഈ ഡേറ്റിൽ ജനിച്ച അനുസരിച്ച് ഭാഗ്യം അനുസരിച്ച് ചെയ്യാം. അല്ലെ പൊതുവായിട്ട് 1 കിലോ 4 കിലോ എല്ലാവർക്കും ഈ നക്ഷത്രത്തിലുള്ള എല്ലാവർക്കും സമർപ്പിക്കാം. ഇനി അതല്ല, ഈ നക്ഷത്രം വരാത്തവർക്ക് ഇത് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ നക്ഷത്രക്കാർ ഈ ധനുമാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച രാവിലെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണു ക്ഷേത്രത്തിൽ ഇത് ചെയ്താൽ അവർക്ക് കൂടുതൽ വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായി വരുമെന്നുള്ളതാണ്. സമ്പത്തും ഐശ്വര്യവും വാരിക്കൂട്ടും ജീവിതം മുഴുവൻ. ഈ നക്ഷത്രക്കാർക്ക് കുറച്ചു കൂടുതൽ കൂടുതൽ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകാൻ സാധിക്കുമെന്നുള്ളതാണ്. എല്ലാവർക്കും ചെയ്യാമെങ്കിൽ ഈ 21 നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ വരും, വലിയ സാമ്പത്തിക ഐശ്വര്യങ്ങൾ വരും എന്നുള്ളതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒരു പാൽപ്പായസം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, അല്പം നെയ്യ് കുപ്പിക്കുക, നെയ്യ്, തുളസിമാല ഇതുകൂടെ സമർപ്പിച്ച് കാര്യമുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഈ 4 കൂട്ടം കൂടെ സമർപ്പിച്ച് ഭഗവാനോട് ഇത് സമർപ്പിക്കുമ്പോൾ, ഇത് അവല് സമർപ്പിക്കുമ്പോഴായിക്കോട്ടെ, ഈ 4 കൂട്ടം ഒന്നിച്ച് പിടിച്ച് സമർപ്പിക്കുമ്പോഴായിക്കോട്ടെ, 4 കൂട്ടം ഏതൊക്കെയാണ്? പാൽപ്പായസം, തുളസിമാല, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, ഒരു ചെറിയ ടിൻ നെയ്യ്. ഈ 4 കൂട്ടം കൂട്ടിപ്പിടിച്ച് സമർപ്പിക്കുമ്പോഴായിക്കോട്ടെ. അവലും ഇതിന് രണ്ടായിട്ട് സമർപ്പിക്കണം. അവല് സമർപ്പിക്കുന്ന വേറെ, പിന്നെ ഈ 4 കൂട്ടം ഒന്നിച്ച് സമർപ്പിക്കുന്ന വേറെ. ഭഗവാനെ, എന്നെ രക്ഷപ്പെടുത്തണേ, എന്നെ എൻ്റെ കുടുംബത്തെ രക്ഷപ്പെടുത്തണേ, ജീവിതം മുഴുവൻ അവിടുത്തെ അനുഗ്രഹം ഉണ്ടാകണേ, കുചേരനെ കുബേരനാക്കിയ പോലെ എന്നെ എന്നേക്കുമായി ആ സമ്പത്തിൻ്റെ സമൃദ്ധിയുടെ ഐശ്വര്യത്തിലേക്ക് അവിടെ നിന്ന് കൈപിടിച്ച് നടത്തണേ ഭഗവാനെ എന്ന് മനസ്സുകൊണ്ട് കരഞ്ഞ്
പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ അവിടെ നിന്ന് കരയാനല്ല, മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കുക. എന്നിട്ട് ഈ അവല് ഒരു ചാക്കിനകത്തോ അല്ലെങ്കിൽ ഒരു പാത്രനകത്ത് അല്ലെങ്കിൽ ഒരു കൂടിനകത്തോ കൊണ്ടുപോയി നടക്കി നേരെ വെക്കാം. അത് ഞാൻ പറഞ്ഞല്ലോ, അന്നത്തേക്ക് മാത്രമല്ല, അവർക്ക് അമ്പലത്തിൽ അവരെന്ത് എപ്പം വേണമെങ്കിലും ഉപയോഗിച്ചോട്ടെ, നമ്മളവിടെ സമർപ്പിക്കുക. അവരത് ഭഗവാന്റെ മുന്നിൽ നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗം കഴിഞ്ഞു. അല്ലാതെ അന്ന് നേദിക്കാൻ വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്. ഭഗവാനെ നടക്കന്ന് സമർപ്പിച്ചാൽ മതി. മനസ്സിലാകുന്നുണ്ടോ? അന്ന് നേദിച്ചുകൊണ്ട് തെറ്റില്ല, പക്ഷെ നമ്മൾ അന്ന് നേദിക്കാൻ വേണ്ടിയല്ല ഇത്, അവിടെ ഭഗവാൻ എന്ന് സമർപ്പിക്കുക. പിന്നെ അവരെ എന്ന് വേണമെങ്കിലും അത് എടുക്കാം. ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ രാവിലെ ചെയ്യുക. വൈകിട്ട് ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ക്ഷേത്രത്തിലെ മുന്നിൽ കൽവിളക്കുണ്ടെങ്കിൽ ആ കൽവിളക്കിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളൊരു 1/2 ലിറ്ററോ അല്ലെ 1 ലിറ്ററോ അല്ലെ 1/2 ലിറ്ററോ എള്ളെണ്ണ മേടിച്ചുകൊണ്ട് പോയി ഒഴിച്ച് പ്രാർത്ഥിക്കുക. ബാക്കി ഭഗവാനെ നടക്കി വെച്ച് പ്രാർത്ഥിക്കുക. ഇത് വൈകുന്ന പാട് ചെയ്യണം. ഈ ഒരു ദിവസം ഈ പറഞ്ഞ പോലെ ചെയ്യുക. നിങ്ങൾ ആവശ്യമുള്ളവർ ചെയ്താൽ മതി, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ചെയ്താൽ മതി, സാധിക്കുന്നവർ ചെയ്താൽ മതി. പറഞ്ഞു മനസ്സിലായില്ലേ? നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നേക്കും ഇത് ചെയ്തുകൊണ്ട് കാര്യമില്ല, ഭഗവാനിൽ നിങ്ങളുടെ മനസ്സ് ചൊല്ലണം. എന്നേക്കുമായി സമ്പത്തും ഐശ്വര്യവും സമൃദ്ധിയും എല്ലാം നിങ്ങൾക്ക് ഭഗവാൻ വാരിക്കോരി തരുമെന്നുള്ളതാണ്. അത്ര ഒരു ദിവസമാണ് ഈ ധനുമാസത്തിലെ 3-ാമത്തെ ബുധനാഴ്ച. വളരെ വളരെ വലിയ ഐശ്വര്യങ്ങൾ, അത് ഒരിക്കലും വെറുതെ ആകത്തില്ല. എന്ന് വെച്ചാൽ ഇന്ന് ചെയ്ത് നാളെ ഫലം ഉണ്ടാകുമെന്ന് വിചാരിക്കരുത്. ചിലർക്ക് ചിലപ്പോൾ ഉണ്ടാകും, ചിലർക്ക് ചിലപ്പം ഭഗവാൻ ഇന്നല്ലേ നാളെ അതിൻ്റെ അനുഗ്രഹം നൽകും. നമ്മൾ ക്ഷമയോടുകൂടി ഭഗവാനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കലും വെറുതെ ആകത്തില്ല. ഭഗവാനിൻ്റെ എത്ര കൊടുത്താലും അതിൻ്റെ ഇരട്ടി ഭഗവാൻ തിരിച്ചു വരും. ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, സത്യമായ കാര്യമാണ് പറയുന്നത്. ചില നക്ഷത്രക്കാർക്ക് ചില രഹസ്യങ്ങൾ ഞാൻ പറഞ്ഞിട്ട് ശുക്രകർമ്മയിലേക്ക് വരാം. അല്ലെങ്കിൽ ശുക്രകർമ്മ പറഞ്ഞിട്ട് ചില നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ പറഞ്ഞു തരാം. ഒരു വ്യക്തി രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനം ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകുകയാണ്. ശുക്രൻ എന്ന് വെച്ചാൽ എന്താ? ഭൗതിക സുഖങ്ങളുടെ എന്ന് വെച്ചാൽ നല്ല വീട്, നല്ല സൗഭാഗ്യങ്ങളെ, നല്ല ഐശ്വര്യങ്ങളെ, നല്ല കളത്രം, നല്ല എല്ലാവിധ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന ആണ് ശുക്രൻ. ചില പറയത്തില്ലേ അവൻ്റെ ശുക്രൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്ന അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ശുക്രൻ്റെ അനുഗ്രഹം കൊണ്ടുവരാൻ വേണ്ടി എന്തു ചെയ്യാം? അതായത് ശുക്രകർമ്മ, ഇപ്പോൾ DNA പ്രകാരം പറയുകയാണെങ്കിൽ ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകുക എന്ന് പറയും. ഇപ്പോൾ ഈ ശുക്രൻ്റെ ആ ഗുണഫലങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി എന്തു ചെയ്യാം? അതിന് ഏറ്റവും പ്രധാനമാണ് ഇത്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രഹസ്യം നിങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നവരെല്ലാം രക്ഷപ്പെടും. നിങ്ങൾ ചെയ്ത് നോക്കിയോ? ഒന്നാമത്തെ കാര്യം, പുതുവസ്ത്രങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, ഞങ്ങൾ പുതുവസ്ത്രങ്ങളൊക്കെ മേടിക്കുന്നതാണല്ലോ. അങ്ങനെയല്ല. ഒരു കണക്കിൽ, അതായത് ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും പുതുവസ്ത്രം, വില കൂടി മേടിക്കണമെന്ന് ഞാൻ പറയത്തില്ല, നിങ്ങളുടെ സാമ്പത്തികം പോലെ ചെയ്താൽ മതി. ഒരു മാസത്തിൽ ഒന്നെങ്കിലും ഒരു പുതിയ പാൻറ്റോ അല്ലെ പുതിയ സാരിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാമ്പത്തികം ഉണ്ടെങ്കിൽ ചെയ്താൽ മതി. അത് ഇതിനകത്ത് ചില രഹസ്യങ്ങളുണ്ട്. ഒരു തവണയെങ്കിലും പുതുവസ്ത്രം മേടിക്കണം. ഈ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ശുക്രൻ ആക്ടിവേറ്റ് ആകും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, സാമ്പത്തികം ഉണ്ടാകുന്നവരെല്ലാം അവർ മിക്കവാറും പോയി ഈ വസ്ത്രം എടുക്കാറുണ്ട്. നിങ്ങൾ വേണേൽ ചെക്ക് ചെയ്ത് നോക്കൂ. മിക്കവാറും നമ്മൾ വിചാരിക്കും ഇവിടെ ഇത്രയും പൈസ മുടക്കി ഇവർക്കൊക്കെ എന്തോ എപ്പോഴും പോയി വസ്ത്രം എടുക്കുന്നത്. പക്ഷെ അവരുടെ ജീവിതത്തിൽ പുതിയ പുതിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് 2 കാര്യങ്ങളാണ്. ഒന്ന്, ശുക്രൻ്റെ സ്വാധീനം ഉണ്ടാകും, പുതുവസ്ത്രം. 2, അവരുടെ ജീവിതത്തിലേക്ക് പുതുമ ഉണ്ടാകും. നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ നമുക്ക് പുതിയ അനുഭവമാണ്. ഈ പുതിയ അനുഭവങ്ങളാണ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പെട്ടെന്ന് എത്തുന്നത്. സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഒന്നുകിൽ നമ്മളിൽ കൗതുകം ഉണർത്തുന്ന കാര്യങ്ങളായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്പോർട്സ്, ഗെയിംസ് അല്ലെങ്കിൽ സിനിമ, ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം നമ്മളിൽ എപ്പോഴും എക്സൈറ്റ്മെൻറ്റും കൗതുകം ഉണർത്തുന്നതുകൊണ്ടാണ്. മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാശ് ചിലവഴിക്കുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ്. അതറിയാവുന്നവനാണ് എൻ്റർടൈൻമെൻറ്റിലാണ് ഏറ്റവും കൂടുതൽ, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയാണ് മനുഷ്യൻ ഏറ്റവും കൂടുതൽ കാശ് മുടക്കുന്നത്. ആ എൻ്റർടൈൻമെൻറ്റ് മേഖലയാണ് ഏറ്റവും കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയോ? മനുഷ്യ മനസ്സുകൾക്ക് ചില കാര്യങ്ങളുണ്ട്. മനുഷ്യ മനസ്സുകൾക്ക് കൗതുകമുള്ള, എക്സൈറ്റ്മെൻറ്റുള്ള
പുതുമയുള്ള കാര്യങ്ങളെ ആയിരിക്കും കൂടുതൽ സബ് കോൺഷ്യസ് മൈൻഡ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പുതുവസ്ത്രങ്ങൾ ധരിക്കുമ്പോൾ പുതിയ അനുഭവമാണ്. അപ്പോഴത് ജീവിതത്തിൽ മാറ്റം വരുത്തും. പിന്നെ ശുക്രൻ്റെ സ്വാധീനം അല്ലെ ശുക്രൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടായി തുടങ്ങും. 2, ചെരുപ്പ്. പുതിയ ചെരുപ്പുകളെ തേഞ്ഞ് തീരുന്നിടം വരെ ഒരു ചെരുപ്പിട്ടൊന്നും അടയ്ക്കരുത്. ശ്രദ്ധിച്ചു കേട്ടോണം. കൃത്യം ചെയ്ത് അവർക്കൊക്കെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഈ ചെരുപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഈ ദരിദ്രമായ അവസ്ഥയുള്ള പലരും ശ്രദ്ധിച്ചോണം. ചെരുപ്പ് മാറത്തില്ല. ഈ പന്നച്ചെരുപ്പ് ഇങ്ങനെ തയ്ച്ച് അല്ലെങ്കിൽ പരമാവധി തേയാൻ വേണ്ടിയിരിക്കും. അവസാനം തേഞ്ഞ് അതിൻ്റെ വള്ളി പൊട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഇത് മാറത്തുള്ളൂ. അതുവരെ അത് ഉപയോഗിക്കും. അവരുടെ ജീവിതത്തിലോട്ട് നിങ്ങളത് കണ്ണോടിച്ച് നോക്കണം. ഭയങ്കര ദരിദ്രാവസ്ഥയായിരിക്കും. എത്ര കിട്ടിയാലും എത്ര ഉണ്ടെങ്കിലും അനുഭവം കുറവായിരിക്കും. അങ്ങനെയുള്ളവർക്ക് ശനികർമ്മയായിരിക്കും. അപ്പോൾ ഈ പഴകിയത് തന്നെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ശനികർമ്മയാണ്. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ എപ്പോഴും അതിന് ശനികർമ്മ എന്ന് പറഞ്ഞാൽ ശനിയുടെ നെഗറ്റീവ് കർമ്മ, പോസിറ്റീവ് അല്ല. ശനിക്ക് പോസിറ്റീവ് കർമ്മയുണ്ട് എല്ലാത്തിനും. ശനിയുടെ നെഗറ്റീവ് കർമ്മ കൂടുതലായിട്ടായിരിക്കും. എന്നും ദുരിതവും കലഹവും എത്ര അധ്വാനിച്ചു കൊണ്ടുവന്നാലും അതെല്ലാം ചിലവായിപ്പോവും. ഒന്നും നിലനിൽക്കത്തില്ല. ഇന്ന് ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് നടക്കും. ചെരുപ്പ് നോക്കിയാൽ മതി. ഇതൊരു പന്നച്ചെരുപ്പായിരിക്കും, അല്ലെങ്കിൽ ഈ ചെരുപ്പ് ഇങ്ങനെ തേഞ്ഞ് ഇത് മാറത്തില്ല. ഒന്നുകിൽ അത് കാണാൻ പോകണം, അല്ലെങ്കിൽ ഈ വള്ളി പൊട്ടിപ്പോകണം, അല്ലെങ്കിൽ ഇത് കീറിപ്പോകണം, അല്ലെങ്കിൽ എവിടെയെങ്കിലും തെന്നി അടിച്ച് വീണാലും മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെരുപ്പ് ഗ്രിപ്പില്ലാതെ തെന്നി വീണാലും അത് തന്നെ ഉപയോഗിക്കുന്നിട്ട് വേറെ എന്തെങ്കിലും കുറ്റം പറയും, ആ സ്ഥലത്തെ കുറ്റം പറയും. അങ്ങനെയുള്ളവർ മാറത്തില്ല. ഞാനിതൊക്കെ വളരെ നിരീക്ഷിക്കുന്ന ഒരു വ്യക്തി, അതുകൊണ്ടാണ് പറഞ്ഞത്. പുതിയ ചെരുപ്പ് അത് മൊത്തം തേയ്മാനം ഉണ്ടായി അത് തീരുന്നതിന് മുമ്പ് തന്നെ ചെരുപ്പ് മാറണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആ പുതിയ ചെരുപ്പുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ സാമ്പത്തികം പോലെ ഇതൊക്കെ ചെയ്താൽ മതി, പക്ഷേ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. പുതിയ ചെരുപ്പ് എന്ന് പറയുമ്പോൾ അത് ശുക്രകർമ്മ ആക്ടിവേറ്റാണ്. പഴയ ചെരുപ്പ് എന്ന് പറഞ്ഞാൽ അത് തേഞ്ഞിരിക്കുന്ന ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ശനിയുടെ നെഗറ്റീവ് കർമ്മയാണ്. ഏത് ദരിദ്രമായ അവസ്ഥയുള്ളവർ നോക്കിയാൽ അവരുടെ കാലയോട്ട് നോക്കിയാൽ മതി. ഒന്നുകിൽ ഒരു വള്ളിച്ചെരുപ്പോ അല്ലെങ്കിൽ തേഞ്ഞ ചെരുപ്പോ ഒക്കെ ആയിരിക്കും. ഇനി സമ്പന്നനാണെങ്കിൽ പോലും അവൻ അനുഭവം കാണത്തില്ല. പൈസ അക്കൗണ്ടിൽ കാണും, പക്ഷേ ഇവൻ കഴിക്കുന്നത് ഈ ചമ്മന്തി ഒക്കെ ആയിരിക്കും ദിവസവും കഴിക്കുന്നത്. കാരണം ഒരു നല്ല ഭക്ഷണം കഴിക്കുക, ഒരു നല്ല രീതിയിൽ കിടന്ന് ഉറങ്ങുക, ഇതൊന്നും പിശുക്കിയായിരിക്കും ജീവിക്കുന്നത്. അവന് അനുഭവം കാണത്തില്ല, അല്ലെ അവന് ദാരിദ്ര്യമായിരിക്കും. നിങ്ങൾ നോക്കിക്കുക, പലരുടെയും ജീവിതത്തിൽ ഈ സംഭവം ഉണ്ട്. ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് നിരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയാണോ സ്വീകരിച്ചാൽ മതി, അല്ലെ തള്ളിക്കളഞ്ഞ. മനസ്സിലായില്ലേ? ശരിയാണെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചാൽ മതി, അല്ലെ തള്ളിക്കളഞ്ഞേരെ. കൃത്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പം ഒരു സാമാന്യം പൊതുവായിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. പൊതുവായിട്ടുള്ള കാര്യങ്ങളായി പറയുന്നത് ഏറെക്കുറെ ഇത് ശരിയായിട്ട് വരുന്നുണ്ട്. അപ്പം ചെരുപ്പ് മാറും. ഇപ്പം ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകാനുള്ള ഒരു കാര്യം, പുതുവസ്ത്രം മാസത്തിൽ മാറണമെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒന്നും എടുക്കണമെന്നല്ല, മാസത്തിൽ ഒന്നെങ്കിലും മാറാൻ ശ്രമിക്കുക. അത് വില കുറഞ്ഞ ആയിക്കോട്ടെ, പക്ഷെ പുതിയതായിരിക്കണം. പിന്നെ പറ്റുന്നവർ അവനവൻ്റെ വിലയ്ക്ക് അനുസരിച്ചുള്ള മാസത്തിലൊന്നും വസ്ത്രം മാറണം. ചെരുപ്പ് അത് മാസത്തിൽ മാറണം എന്നില്ല. ചെരുപ്പ് നിങ്ങൾ തീരെ തേയുന്നതിന് മുമ്പ്, എപ്പോഴാണെന്ന് വെച്ചാൽ തീരെ മോശമാകുന്നതിന് മുമ്പ്, അതൊരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിന് മുമ്പ് പുതിയ ചെരുപ്പിലേക്ക് വരണം. അത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കും. ഞാൻ വെറുതെ പറയുന്നതല്ല. 3-ാമത്തെ കാര്യം, ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ഭദ്രകാളി നിർബന്ധമായി വെള്ളിയാഴ്ച പോകണം. അമ്മയ്ക്ക് കടുംബായുസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, മലരിന് വെള്ളം, ആ വെള്ള മലര് കുളത്തി മലര് കൊണ്ട് മീനോട്ട് കണ്ടതാണ്. ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകും. ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും. ചെയ്തു നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും, സംശയം വേണ്ട. ഇനിയും ഇതൊക്കെ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകണമെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ കൊണ്ടുവരണം. പിന്നെ നിങ്ങൾ ശുക്രകർമ്മ ആക്ടിവേറ്റ് വെള്ളിയാഴ്ച നിർബന്ധമായിട്ടും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകണം. ഞാനീ പറഞ്ഞ കടുംബായുസും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ഭദ്രകാളിക്ക് കൊടുക്കണം. പറ്റുവാണെങ്കിൽ ചുവന്ന പൂക്കളും വെള്ളപ്പൂക്കൾ കൊണ്ട് അർച്ചന അടക്കി കൊടുക്കുക. കുളത്തിൽ മലര് കൊണ്ട് മീനോട്ട് നടത്തണം. ഇതൊക്കെ ശുക്രകർമ്മ ആക്ടിവേറ്റ് ആകുന്ന കാര്യങ്ങളാണ്. ആ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങൾ കൊണ്ടുവരും. ഇനി ചില നാടുകാരുടെ ചില രഹസ്യങ്ങൾ പറഞ്ഞുതരാം, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. നിങ്ങളുടെ വീട്ടിലുമൊക്കെ കാണുമല്ലോ, അപ്പോൾ അവർ നമുക്ക് പ്രയോജനപ്പെടുക. പുണർദം ചോദ്യാവട്ടം
ഇവർ ശനികർമ്മയുള്ളവരാണ് DNA ആസ്ട്രോളജി അനുസരിച്ച്. DNA ആസ്ട്രോളജി എന്ന് പറഞ്ഞാൽ തമിഴ് സിദ്ധ ജ്യോതിഷം, സിദ്ധന്മാരുടെ ഒരു വഴിയാണ്. പുണർദം, ചോതി, അവിട്ടം. അതിൽ നമുക്ക് ആദ്യം പുണർദം എടുക്കാം. ഇത് മൂന്നും ശനികർമ്മയുള്ളതാണ്. പുണർദം നക്ഷത്രക്കാരുടെ ഒരു പ്രത്യേകത, അപ്പോൾ അവർക്ക് ജീവിതത്തിലെ കുറേ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാർ, എല്ലാവർക്കും അങ്ങനെയെന്നല്ല, ഇത് പൊതുഫലമാണ്. ജനിച്ച സമയം അനുസരിച്ച് ഇതിലെല്ലാം മാറ്റം വരും കേട്ടോ, ഈ നക്ഷത്രങ്ങൾ പറയുന്ന എല്ലാ കാര്യത്തിലും. എങ്കിലും സാമാന്യ ഫലമായിട്ട് പുണർന്ന നാളുകാർക്ക് ഇപ്പം നല്ല വീടുണ്ടെന്ന് വിചാരിച്ചു, നല്ല വീട്, നല്ല ബിസിനസ്സും ഒക്കെ ഉണ്ടെന്ന് വിചാരിച്ചു. പക്ഷേ ജീവിതത്തിൽ ഒരു പെട്ടെന്നൊരു താഴ്ചയിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു നക്ഷത്രക്കാർ, ഇതെല്ലാം നഷ്ടപ്പെടാനോ ഒക്കെ സാധ്യതയുള്ളൊരു നക്ഷത്രക്കാരാണ്. ചിലർക്ക് നേരെ തിരിച്ചു പോകാം, വലിയ ദാരിദ്ര്യമായിരിക്കും, പെട്ടെന്ന് ഉയർച്ച ഉണ്ടാകും. അങ്ങനെ ഈ നാളുകാർക്ക് പെട്ടെന്ന് ഒന്ന് ഉയർച്ചയോ താഴ്ചയോ ആയിക്കോട്ടെ, പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവർ കൃഷ്ണപ്രീതി വളരെ അനിവാര്യമാണ്, ഒരു സ്റ്റെബിലിറ്റി ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ. അടുത്ത് ചോതി നക്ഷത്രക്കാർക്കും അവർ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും കാര്യങ്ങളുമൊക്കെ ഒരു ഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വന്നാലും പിന്നീട് അൺഎക്സ്പെക്റ്റഡായിട്ട് ജീവിതത്തിൽ പല സൗഭാഗ്യങ്ങളും, അപ്രതീക്ഷിതമായിട്ട് വലിയ സൗഭാഗ്യങ്ങൾ വരാൻ യോഗമുള്ള ഒരു നക്ഷത്രക്കാരാണ് ഇവർ. അതുപോലെ ഇവർക്ക് പിന്നെ സൗഭാഗ്യങ്ങൾ വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് മിക്കവാറും വർദ്ധിച്ചു വരാനുള്ള സാധ്യത ഉണ്ട്. ഇവർക്ക് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റേ പുണർദംകാരെ പോലെയല്ല, പിന്നെ താഴോട്ട് പോകണമെന്നില്ല, അവർക്ക് പിന്നെ സൗഭാഗ്യങ്ങൾ വർദ്ധിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ അവനവൻ്റെ കയ്യിലിരിപ്പൂടെ ശരിയാകണം. നമ്മൾ അനാമത്തായിട്ട് ദൂർത്തടിച്ചാൽ പണം ഇല്ലാതാകും, അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നവരെ ചൊവ്വനെ ഭാവിയെ നോക്കി ജീവിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ചോദ്യ നക്ഷത്രക്കാർക്ക് സാമ്പത്തും സൗഭാഗ്യവും ഉണ്ടായാൽ പിന്നീട് അത് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. പിന്നെ അവനവനോട് അത് ശ്രദ്ധിക്കുകയും കൂടെ വേണം. ഇപ്പോൾ ചോദ്യ നക്ഷത്രക്കാർക്ക് കൃഷ്ണപ്രീതിയും ഭദ്രകാളി പ്രീതിയും വളരെ പെട്ടെന്ന് ജീവിതം മാറ്റും. പിന്നെ നാഗദേവതകൾക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ ജീവിതം മാറ്റും. അവിട്ട നക്ഷത്രക്കാർ ഇവർ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നാൽ പോലും പെട്ടെന്ന് ജീവിതത്തിലൊരു മാറ്റത്തിനുള്ള കാര്യങ്ങൾ വരാം. ഒരു ഉദാഹരണം പറയാം, ഒരു ഔട്ട മനസ്സിലാകാൻ വേണ്ടിയാണ് പറയുന്നത്. ഒരു ഉദാഹരണം, ഒരു ഔട്ട നാളുകാരനാണെന്ന് വിചാരിച്ചു. ആദ്യം ഒരു കടയിൽ നിൽക്കുകയെന്ന് വിചാരിച്ചു. അവൻ ആ കടയിൽ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് അപ്രതീക്ഷിതമായി പെട്ടെന്ന് ചിലപ്പോൾ ഇവൻ അടുത്തൊരു കടയിടും. ആ കട കയറി അങ്ങ് വിജയിക്കും. അടുത്ത കട ഉടനെ ഇടും, അതും വിജയിച്ചു. അടുത്ത കട ഉടനെ ഇടും. അങ്ങനെ പോകുമ്പോഴായിരിക്കും പെട്ടെന്ന് ഇതെല്ലാം കൂടി ചിലപ്പം ഈ കടയെല്ലാം വിട്ടിട്ട് അവൻ വേറൊരു പരിപാടിയിലേക്ക് പോകുന്നു. അപ്പോൾ അത് ഈ വേറെ പോകുന്ന പരിപാടി ചിലപ്പം ഒരു സാമ്പത്തിക പരാജയമായി കഴിയുമ്പം ഇവൻ്റെ ഈ എല്ലാം പെട്ടെന്ന് ഇല്ലാതാകുകയാണ്. ഇങ്ങനെയുള്ളൊരു സാധ്യത ഈ ഔട്ട നാളുകാർക്കുണ്ട്. അതുപോലെ തന്നെ ഔട്ട നാളുകാർക്ക് പെട്ടെന്നൊരു ഉയർച്ച ഉണ്ടാകാനും പെട്ടെന്ന് താഴ്ച ഉണ്ടാകാനും സാധ്യതയുള്ള നക്ഷത്രമാണ് ഔട്ടം. പുണർദം അതുപോലെ, എന്നാൽ ചോദ്യം അതുപോലെയല്ല. അവർക്ക് ഉയർച്ച ഉണ്ടായാൽ അത് നിലനിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. മനസ്സിലായി, ക്ലിയർ കട്ടായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ പുണർദം, ചോദ്യം, ഔട്ടം, ഈ ഔട്ടം നാളുകാരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനം ഭദ്രകാളി, മുരുകൻ, കൃഷ്ണൻ, ഈ ദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ മതി. അപ്പോൾ അതിൻ്റെ നാളിൻ്റെ ഒരു രഹസ്യം രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് ഞാൻ ആ 3 നാളുകാരെ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. കാരണം ഈ 3 നാളുകാർ മറ്റു നക്ഷത്രക്കാരെക്കാൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിടുന്നവരാണ്. ഈ 3 നക്ഷത്രക്കാരല്ല, ഇനി ഒരു 3 നക്ഷത്രക്കാരും ഉണ്ട്. പുണർദം, ചോദ്യാവട്ടം, വിശാഖം, പൂയം, ചതയം, ഈ 6 നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളെ, പ്രതിസന്ധികളെ, ഒരുപാട് പരീക്ഷണങ്ങളെ, ഒരുപാട് ഒറ്റയ്ക്ക്, ഇപ്പം മറ്റൊരാളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് പല കാര്യങ്ങളും നേരിടേണ്ട അങ്ങനെയുള്ള സ്ഥിതികൾ ഉണ്ടാകുന്ന നക്ഷത്രക്കാരാണ്. ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്ന നക്ഷത്രക്കാരാണ്. അതുകൊണ്ടാണ് ഇവരുടെ കാര്യം എടുത്തു പറഞ്ഞത്. അപ്പം ഇനിയും പറയാൻ പോകുന്ന വിശാഖം, പൂയം, ചതയം. ഈ വിശാഖം, പൂയം, ചതയം ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇപ്പം വളരെ ചെറുപ്പത്തിലെ തന്നെ ഒന്നുകിൽ അച്ഛന് പലപ്പോഴും ചിലർക്ക് ജീവിതത്തിൽ വളരെ ചെറുപ്പത്തിലെ അച്ഛൻ നഷ്ടപ്പെടാം. ചിലർക്ക് അച്ഛനുണ്ടെങ്കിൽ തന്നെയും അച്ഛനെ കൊണ്ട് ചിലപ്പോൾ പ്രയോജനമില്ലാതെ വരാം. ചിലർക്ക് അച്ഛന് ചിലപ്പോൾ രോഗാവസ്ഥയായിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഇവർ ചെറുപ്പത്തിലെ ജീവിതത്തിലേക്ക് ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ട് ഇവരുടെ ജീവിതത്തിൽ വരാം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ, പരീക്ഷണങ്ങൾ ഒക്കെ നേരിടാം.
അതുപോലെ ഇവരാരെങ്കിലും സഹായിച്ചാലും പിന്നീട് ചിലപ്പോൾ ഇവർക്ക് തന്നെ ദോഷമായിട്ട് വരികയും ചെയ്യാം. അപ്പം അങ്ങനെയുള്ളൊരു നക്ഷത്രമാണ് വിശാഖം എന്ന് കരുതി ജനിച്ച സമയം അനുസരിച്ച് ഇതെല്ലാം മാറ്റം വരും. ഇത് പൊതുവായി ഈ നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നതെല്ലാം പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് കേട്ടോ, അങ്ങനെ മനസ്സിലാക്കുക. ജനിച്ച നക്ഷത്രവും തീയതിയും ഒക്കെ അനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങളും വരാം കേട്ടോ, അതുകൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഈ വിശാഖ നക്ഷത്രക്കാർ ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടേണ്ടി വരുന്നവരാണ്. പലപ്പോഴും ഒറ്റപ്പെടലും ഉണ്ടാകാം, ഒറ്റയ്ക്ക് നേരിടേണ്ടതായി വരാം. എല്ലാവരും ഉണ്ടെങ്കിലും ആരും ഇല്ലാത്തൊരവസ്ഥ ഇവർക്ക് പലപ്പോഴും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകാൻ കൃഷ്ണപ്രീതി ഏറ്റവും അനിവാര്യമാണ്. കൃഷ്ണപ്രീതി ഭഗവാനെ മുറുക്കെ പിടിച്ചാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു കുഴപ്പവും വരത്തില്ല. എന്ന് മുതൽ കൃഷ്ണനെ അറിഞ്ഞു വിളിക്കുന്നു അന്ന് മുതൽ ഇവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ചേഞ്ച് ഉണ്ടാവും. അത് അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിലും കൊള്ളാം, ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലാണെങ്കിലും എവിടെ ആണെങ്കിലും കൊള്ളാം, ഹൃദയത്തിൽ തട്ടി വിശ്വാസത്തോടെ എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ചു തുടങ്ങിയാൽ അന്ന് മുതൽ ജീവിതം മാറി. അത് ദിവസവും ചെയ്യണം, ഭഗവാനെ അതുപോലെ ആത്മാർത്ഥമായിട്ട് വിളിക്കണം. പിന്നെ പറ്റുമ്പോൾ വ്യാഴാഴ്ചയോ ഞായറാഴ്ചയോ ഒക്കെ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകൾ ചെയ്യണം. ഇടയ്ക്ക് ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിലും പോകണം. പിന്നെ അല്ലാത്തപ്പോഴൊക്കെ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോകണം. കൃഷ്ണൻ മനസ്സിലേക്ക് വരണം, ആത്മാർത്ഥമായിട്ട് വിളിക്കണം, മനസ്സ് ഭഗവാനിൽ ചൊല്ലണം. അന്ന് മുതൽ ജീവിതം മാറി തുടങ്ങും. ഈ പരീക്ഷണങ്ങളെല്ലാം ഫലപ്രദമായിട്ട് ഇവർ അതിജീവിക്കും. അത്ഭുതമായ കാര്യം പറഞ്ഞു തരുന്നത്, തലയിലെടുത്ത് മാറുന്ന കാര്യം പറഞ്ഞു തരുന്നത്. തലയിലെടുത്ത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, ഈശ്വരൻ വിധിച്ച കാര്യങ്ങളുണ്ട്, അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. രണ്ട്, നമ്മളായിട്ട് തിരുത്താൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മളായിട്ട് ജീവിതത്തിൽ വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരുന്നത് മനസ്സിലാകുന്നുണ്ട്. ഇനിയും പൂയം നാളുകാരും പരീക്ഷണങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെയുള്ള നാളുകാരാണ്. ഇവർക്ക് അച്ഛനുണ്ടെങ്കിൽ ചിലപ്പോൾ അമ്മ ഇവർക്ക് അനുകൂലമായിരിക്കത്തില്ല. അമ്മ അനുകൂലമാണെങ്കിൽ അച്ഛൻ അനുകൂലമാകത്തില്ല. അമ്മയും അച്ഛനും അനുകൂലമാണെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഭാര്യ അനുകൂലമാകത്തില്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴിയിൽ ഇവർക്ക് എപ്പോഴും പരീക്ഷണങ്ങൾ നേരിടും. ഒരു ജീവിതത്തിൽ ഒരു ഇംബാലൻസ്, ഒരു ബാലൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് എന്നിരുന്നാൽ പോലും ഇവർക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു അസാമാന്യ ബുദ്ധിയും സൂക്ഷ്മശക്തിയും കഴിവും ഉള്ളവരാണ്, സഹനശക്തി ഉള്ളവരാണ്. ഇവർക്ക് ഏതു തടസ്സങ്ങളെയും നേരിട്ട് അതിജീവിച്ച് വിജയിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്, യാതൊരു സംശയം വേണ്ട. ഇവർ കൃഷ്ണനെ വിളിച്ചാൽ, കൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് ഇതുപോലെ വിളിച്ചു തുടങ്ങിയാൽ അവരുടെ ജീവിതം എന്നേക്കുമായി മാറും. മാറിയവരുണ്ട്, ഇന്ന് അതുപോലെ ജീവിക്കുന്നവരുണ്ട്. അങ്ങനെ പറയുന്ന കാര്യങ്ങളായിരുന്നു. അല്ലാതെ ഞാൻ ഈ അവിടെ കാണുന്ന കാര്യം അവിടെ വായിക്കുന്ന കാര്യം ഇവിടെ വായിക്കുന്നല്ല. റിയൽ ലൈഫ് അനുഭവം പറഞ്ഞായിരുന്നു, സത്യസന്ധമായ കാര്യം പറഞ്ഞായിരുന്നു. ഇതൊക്കെയാണ് അറിയേണ്ടത്. അല്ലെ ചുമ്മാ കുറേ കാര്യങ്ങൾ ഒരു ഇതില്ലാത്ത കുറേ കാര്യങ്ങൾ പുറകെ പോയാൽ ജീവിതത്തിൽ സമയം പോവും, ജീവിതം പോകത്തേ ഉള്ളൂ. കൃത്യം ജീവിതം മാറ്റുന്ന കാര്യങ്ങൾ, അനുഭവങ്ങളുള്ള കാര്യങ്ങൾ ആണ് അറിയേണ്ടത്, നല്ല കാര്യങ്ങളാണ് അറിയേണ്ടത്. പക്ഷെ ഇതൊക്കെ എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. കാണുന്നവരുടെ ജീവിതം മാറും, അതിനകത്ത് ഒരു സംശയം വേണ്ട. മനസ്സിലാക്കുന്നവൻ്റെ, ശരിയായി ചെയ്യുന്നവരുടെ ജീവിതം മാറിയിരിക്കും. ഇന്നോ നാളെ മാറുമെന്നല്ല. ചിലരുടെ പെട്ടെന്ന് മാറും, ചിലരുടെ ചിലപ്പം പിന്നീടായിരിക്കും. ചിലപ്പം കുറച്ച് കൂടുതൽ ഭഗവാനെ വിളിക്കേണ്ടി വരും. അത് ഭഗവാനെ തീരുമാനിക്കുന്നത്. എന്തായാലും ജീവിതം മാറും, ഇന്നല്ലെങ്കിൽ നാളെ. അതുപോലെ ചതയം നാളുകാർ, ഈ ചതയം നാളുകാരും ജീവിതത്തിൽ വളരെ പ്രതിസന്ധികളെ, ഒരുപാട് പരീക്ഷണങ്ങളെ നേരിടുന്ന ഒരു നക്ഷത്രം തന്നെയാണ്. പുണർതം ചോതി അവിട്ടം, വിശാഖം, പൂയം, ചതയം, ഈ 6 നാളുകാരുടെ ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഈ 6 നാളുകാർ ഒരുപാട് പരീക്ഷണങ്ങളെ മറ്റുള്ളവരെക്കാൾ നേരിടേണ്ടി വരുന്നവരാണ്. അപ്പോൾ ഇനി ചതയമാണ് പറയുന്നത്, ലാസ്റ്റത്തെ. ബാക്കി മുഴുവൻ പറഞ്ഞു. ചതയം നാളുകാർക്ക് ഇപ്പം ചിലപ്പം ഇവർക്ക് ഭാര്യ അനുകൂലമായിരിക്കാം, മക്കൾ അനുകൂലമായിരിക്കാം. പക്ഷേ ഇവർക്ക് ജീവിതത്തിൽ മറ്റു ചില പ്രതികൂലതകളുണ്ട്. തൊഴിലിലായിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഇവർക്ക് അർഹമായി കിട്ടേണ്ട സ്വത്തുവകകളായിരിക്കാം ഇതൊക്കെ തടസ്സപ്പെടുക. ഇങ്ങനെയുള്ള ചില പ്രതികൂലതകൾ ഇവർക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും വേണ്ട ഒന്നാണ് കൃഷ്ണപ്രീതി. കറക്റ്റായിട്ട് കൃഷ്ണപ്രീതിയും സർപ്പപ്രീതിയും വന്നു കഴിഞ്ഞാൽ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം വരും. ഇടയ്ക്ക് സർപ്പക്ഷേത്രത്തിൽ പോയി നാഗരാജാവിനും നാഗക്ഷമയ്ക്കും പാൽപ്പായസം നെയ്വിളക്ക് ചെയ്യുക. നാഗരാജാവിനും നാഗക്ഷമയ്ക്കും. പിന്നെ കൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുക, കൃഷ്ണനെ പറഞ്ഞ വഴിപാടുകൾ സാധിക്കുന്ന വഴിപാടുകൾ.
വ്യാഴവും ഞായറും പോയി വഴിപാടുകൾ ചെയ്യുക. ദൂരെയുള്ള കൃഷ്ണക്ഷേത്രത്തിൽ മാസത്തിൽ ഒന്ന് പോവുക. പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക. ഭഗവാനെ മനസ്സ് സമർപ്പിക്കണം. നിങ്ങൾ എന്ത് വഴിപാട് ചെയ്യുന്നു എന്നതിലുപരി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം, സംശയമില്ലാതെ ഹൃദയശുദ്ധിയോടെ വിളിക്കണം. അപ്പം ഞാൻ ഈ കുറച്ച് നക്ഷത്രക്കാരുടെ രഹസ്യങ്ങൾ എടുത്തു പറഞ്ഞതേ ഉള്ളൂ. അതൊക്കെ എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ ഈ നക്ഷത്രത്തിൽപ്പെട്ടവർ നിങ്ങളുടെ വീട്ടിൽ കാണും, നിങ്ങളുടെ സഹോദരന്മാർ കാണും, നിങ്ങളുടെ സുഹൃത്ത് കാണും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ കാണും, അല്ലെ നിങ്ങൾക്ക് അറിയാവുന്നവർ കാണും. എനിവേ ഇത് ഒരുപാട് പേരിലേക്ക് പ്രയോജനം ചെയ്യും. ഇതെല്ലാം എല്ലാവർക്കും ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഇത് ജീവിതത്തിൽ അത്ഭുതമായ ചില കാര്യങ്ങളാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിലോ ഒന്നുമല്ല കാര്യം. കൃത്യം നമ്മുടെ ജീവിതം മാറാനുള്ള കാര്യം അറിയണം, നമ്മുടെ ജീവിതത്തിൽ ചേഞ്ച് ഉണ്ടാകാനുള്ള കാര്യം അറിയണം. ഈ ഓം നർപ്പവി എന്ന് പറഞ്ഞൊരു മന്ത്രം ഞാൻ ആദ്യം ചൊല്ലി. അതൊരു സിദ്ധ മന്ത്രമാണ്, മനസ്സിലായില്ലേ? ആ മന്ത്രത്തിൻ്റെ അർത്ഥം എല്ലാവർക്കും എല്ലാം നല്ലത് വരട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം ഞാനത് ജപിച്ച ഇത് കാണുന്ന നിങ്ങൾക്കും എല്ലാം നല്ലത് വരും. അതിനുവേണ്ടിയാണ് ഓം നർപ്പവി നർപ്പവി നർപ്പവി. എല്ലാവർക്കും നന്മ വരട്ടെ, നല്ലതായിരിക്കട്ടെ. അത് അത്ഭുത മന്ത്രമാണ് കേട്ടോ, അല്ലാതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു മന്ത്രമാണ്. ആ മന്ത്രത്തിൻ്റെ പുറകിൽ ഒരു സിദ്ധനുണ്ട്, കാകാകുശുണ്ട സിദ്ധന്മാരുടെ സിദ്ധൻ. അപ്പം അദ്ദേഹത്തിന് എൻ്റെ ഒരു മന്ത്രമാണ്. അതാണ് ഞാൻ നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ആദ്യം വീഡിയോ തുടങ്ങിയപ്പോൾ ഓം നർപ്പവി 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 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും, കാണുന്ന എല്ലാവർക്കും, കേൾക്കുന്ന എല്ലാവർക്കും ജീവിതം മാറട്ടെ എന്നല്ല, മാറും. ആ മന്ത്രത്തിൻ്റെ ശക്തി അതാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം ശിവോഹം. ഓം നർപ്പവി നർപ്പവി നർപ്പവി.